ഇന്നുണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ പന്തേരത്തിന് മീൻ മേടിക്കാൻ പോയി കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് വേറെ മീൻകാരൊന്നും ഇല്ലായിരുന്നേ. ഇപ്പോൾ ഒരു കടയിൽ അവിടെ ചെന്നപ്പോൾ ഉണ്ട് വരാല്, നല്ല ജീവനുള്ള വരാല് കിടക്കുക. ഒരു 300 രൂപ കിലോയ്ക്ക് വില. പക്ഷെ 800 ഗ്രാം ഞങ്ങൾ മേടിച്ചേ. അതിൽ നല്ല മുഴുത്ത 2 മേടിച്ചു കേട്ടോ. അത് കറി വെക്കാൻ നോക്കേ. ഇത് കണ്ടോ, ഞാനത് പൊളിച്ചെടുക്കണമെങ്കിൽ, ഈ വരാല് പൊളിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ ഇതിൻ്റെ ഇറച്ചിക്കകത്തൊക്കെ മുള്ളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുറിച്ചെടുക്കണേലും പാട്. ഇത് ചാരമൊക്കെ ഇട്ട് വേണം നമ്മളിത് പൊളിച്ചെടുക്കാൻ. അങ്ങനെ ചാരമൊക്കെ ഇട്ട് ഒരു 2 മണിക്കൂർ പണിതിട്ടാണ് ഇത് ഈ രീതിയിൽ നല്ല ഫ്രഷായിട്ട് കിട്ടിയതേ. നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാം ഇത് കണ്ടോ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നല്ല മുഴുത്ത പീസ് നമുക്ക് 2 മാറ്റെടുക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്, കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീനാണ്. 2-3 കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് വറക്കാനായിട്ട് എടുത്ത് വെക്കാം. ബാക്കി നമുക്ക് കറി വെക്കാം. അപ്പം നമുക്കുണ്ടല്ലോ ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടി എടുത്ത് അടുപ്പേ വെക്കാതെ ഒന്ന് ചൂടാക്കി വെക്കട്ടെ. നല്ല കരിയാപ്പിലൊക്കെ ഞങ്ങൾ കഴുകി കുറച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, 2-3 ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശകലം എണ്ണ കഴിക്കാം. ഇനി നമ്മൾ കറി ഇട്ട് കൊടുക്കാതെ പതുക്കെയൊന്നും വാടി വരാൻ തുടങ്ങും. അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാതെ നമുക്ക് ഇഞ്ചി കൊടുക്കാം. പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് അപ്പം നമുക്ക് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മീൻ നല്ലതാട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെളുത്തുള്ളി ഇടുന്നുണ്ട്. കരിയാപ്പല ഇട്ട് വന്നിട്ടുള്ള 2-3 കരിയാപ്പല ഇട്ട് കൊടുക്കാതെ കുടംപുളി ഇട്ട് കൊടുക്കാതെ എണ്ണാക്കാതെ കുടംപുളി ഇട്ടാൽ എണ്ണയ്ക്കകത്തേക്കൊന്ന് നല്ല പുളി നല്ല ഒരു ഗോൾഡൻ കളറായി. ഒത്തിരി മൂത്ത് കളറാണ്. പാകത്തിനപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കാതെ മഞ്ഞളിടാതെ കാശ്മീരി മുളക് പൊടിയാണ്. ഒത്തിരി 3 സ്പൂൺ എടുത്തിടാതെ നല്ലൊരു മാവ് കുറച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ശാലം ഉപ്പിട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ വരാല് കറി റെഡി ആയിട്ടുണ്ട്. വറുത്തും കൂടെ കഴിക്കട്ടെ. വറുത്തം മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റൊക്കെ നല്ല വറക്കാനും നല്ലതാണ്, കറി വെക്കാനും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.